വലിയ ആനക്കാരും ചെറിയ ആനക്കാരും എന്നുള്ളൊരു വ്യത്യാസമില്ല. ആനയെ മരത്തിൽ നിന്ന് അഴിച്ച് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുന്നതാണ് ആനക്കാർ. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അതാ. അതിപ്പം വലിയ കൊമ്പോ വലിയ ആനയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം മോഴയാന ആയിക്കോട്ടെ പിടിയാനായിക്കോട്ടെ, ഏതാനായാലും ആനയെ മരത്തിൽ നിന്ന് അഴിച്ച് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുന്നവനെ പാപ്പാൻ. അല്ലാതെ വലിയവനും ചെറിയവനൊന്നുമില്ല. ആന ഏത് സമയം തെറ്റാം, ഏത് സമയം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വലിയ ആനക്കാരനാ, ഞാൻ ചെറിയ ആനക്കാരനാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനക്കാരെന്ന് പറയുമ്പം അതിനെ അഴിച്ച് മരത്തിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി പരിപാടി എടുത്ത് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുക, അവനാണ് ആനക്കാരൻ. അപ്പം ആന നല്ല ഒലിവിലാണ്. ആളെങ്ങനെ ഉണ്ടോ ഇപ്പം? ആള് ഫുൾ പവറായിട്ടേക്കും അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും തണുപ്പിക്കും? അപ്പോൾ ഒരു ഡെയിലി ഒരു 4-5 പ്രാവശ്യം. ഒരുപാട് വേറെ പരിപാടി നടക്കത്തില്ല. അതല്ലേ, തറയൊക്കെ വൃത്തിയാക്കാം. പിന്നെ നമ്മൾ വന്ന് കയറുമ്പം തറയൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്ന് കയറണം. നമ്മളിപ്പോൾ പട്ട ആന ഒഴിവാക്കി, പട്ട കഴിക്കത്തില്ല. അതല്ലേ. ചോറൊക്കെ എങ്ങനെ ഉണ്ട്? ചോറ് കൊടുക്കുന്നില്ല? ഇല്ല, കൊടുക്കാൻ പറ്റത്തില്ല. ചോറ് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാം ചോറും അവലൊക്കെ പുള്ളി ഉപേക്ഷിച്ച്. ആണോ? കഴിക്കത്തില്ല? പുള്ളിക്ക് ഇപ്പോൾ പുല്ല് മാത്രം, പുല്ല് വാഴ അങ്ങനെയുള്ള ഒരു സംഭവം. പുല്ല് ടമ്പറാ. ആനയിലെണ്ണ എങ്ങനെയുണ്ട് ഈ ഒരു ആന ഫീൽഡിലേക്ക് എത്തി? നമ്മൾ കൊച്ചുനാളെ തൊട്ടുള്ള ഒരു സംഭവം. അങ്ങനെ പിന്നെ ഓരോന്നിനായിട്ട് ഇങ്ങനെ, നേരത്തെ മാതാൻകുട്ടിയായിരുന്നു, ഇപ്പോൾ അവൻ വന്നിരിക്കുന്നു. പിന്നെ ഓരോ ആശാന്മാരും അവരുടെ കൂടെയുള്ള എക്സ്പീരിയൻസും. പിന്നെ ഈ വർഷക്കാലമായിട്ട് നമ്മളിങ്ങനെ ഓരോന്നിൻ്റെ ഓരോ സ്വഭാവമാണ്. മാതാൻകുട്ടിയുടെ വേറെ സ്വഭാവം, ഇവൻ്റെ വേറെ സ്വഭാവം. ഓരോ ആനയ്ക്ക് ഓരോ സ്വഭാവങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നീരുകാലത്തെന്ന് പറഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് വിടുക, അവരുടെ ഇഷ്ടത്തിന് വിടുക. അല്ലാതെ നമ്മൾ അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസമൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യുന്നു. പക്ഷേ നമ്മൾ വിലക്കാൻ പാടില്ല, ആനയെ വിലക്കാൻ പാടില്ല അല്ലേ? ഇപ്പം ഏകദേശം നല്ല ഒലിവായില്ലേ? നല്ല സൂപ്പർ ഒലിവാണ്. അപ്പോൾ ഇവൻ്റെ ആരാധകർക്കൊക്കെ എന്നത്തേക്ക് ഇവനെ കിട്ടാൻ ചാൻസ് ഉണ്ട്? അത് നമ്മൾ പറയാൻ പറ്റത്തില്ല. ജനുവരിയൊക്കെ ആണെങ്കിൽ നല്ലോണം ഒലിച്ച് മാറും. ലക്ഷക്കണക്കിന് ഫാൻസ് ഉള്ള ഒരു ആനയാണ്. അപ്പോൾ അവനെ എത്രയും പെട്ടെന്ന് ഇതിനെ റെഡിയാക്കി പൂർവാധികം ശക്തിയോടെ ആരാധകരുടെ മുന്നിലേക്ക് ഇറക്കണം അല്ലേ? ഇറക്കണം. അതിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെ ഈ നല്ലോണം ഒലിച്ച് മാറുന്നതാണ് ആനയ്ക്ക് നല്ലത്. കാരണം പിന്നെ ഒരു സീസൺ സ്വസ്ഥതയും സമാധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പരിപാടികൾ എടുക്കാം. ഈ പകുതി ഒലിവിലൊക്കെ നിർത്തി പിന്നെ അറപ്പിച്ച് അരിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും ആന വറ്റൊലിവിലിങ്ങനെ നിൽക്കും. ആന ഫുള്ള് ഒലിച്ച് മാറി തണുപ്പിച്ച് നമ്മൾ അതേ കണക്ക് ഫുഡ് കൊടുത്തിരുന്നു അവന്. അപ്പം പിന്നെ തന്നെയല്ല, ഇപ്പം നേരത്തെ ആന കുന്നംകുളത്ത് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റും പിന്നെ ഈ കൊണ്ട് കെട്ടുന്ന തറയെന്ന് പറഞ്ഞാൽ ആനയ്ക്കൊരു വിശ്വാസം വരണം, സേഫ് ആണെന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ചിലപ്പം വൃശ്ചികം 1-ാം തീയതിയാണ് ഒലിച്ചത്. നമ്മുടെ മാതാൻകുട്ടി തിരുവോണത്തിനാണ് ഒലിക്കുന്നത്. അത് നമ്മൾ പക്കയാ 100% തിരുവോണത്തിൽ ഒഴിച്ചിരിക്കും. അത് അങ്ങനെ ആക്കി എടുത്തത് നമ്മൾ 4-5 വർഷം ഇവിടെ നിർത്തിയേ. അപ്പോൾ അതേ കണക്ക് അവനെയും ഇപ്പോൾ കൊണ്ട് നിർത്തി വൃശ്ചികം 1-ന് ഒലിച്ചാന. ചിലപ്പം അടുത്ത പ്രാവശ്യം ഇതേ തറയിൽ കൊണ്ട് കെട്ടുമ്പോൾ ആനയ്ക്ക് തറി ഒന്നുകൂടെ വിശ്വാസമാവും. അപ്പുറത്തേക്ക് കുറച്ചുകൂടെ മുന്നേ ഒലിക്കാം. ഒലിവ് നല്ലതാണ്, നല്ല ഒലിവാ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആന ഒലിച്ചിട്ടുള്ളൊരു കൈകാര്യം. അപ്പം മോലാളിയെ വിളിച്ച് പറഞ്ഞപ്പോഴും ബാക്കി ബിനു പേരൂരാനേ അവനും പറഞ്ഞ നല്ലോണം ഭയങ്കര ഇഷ്ടമുള്ളൊരു പാപ്പാനാണ് ഈ ആനയുടെ ബിനു ചേട്ടാ. പുള്ളി ആള് സൈലന്റ് ആണ്. അലം ഈ പറഞ്ഞൊക്കെ എപ്പോഴും നല്ല സൈലന്റ് ആയിട്ട് അല്ലേ? നോക്കി കണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാപ്പാനാണ് കേട്ടോ. ഒരുപാട് നല്ല പാപ്പന്മാരെ എനിക്ക് ഇഷ്ടമാണ്. അതിനകത്ത് ഒരാളാണ് ബിനു ചേട്ടൻ. ബിനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ഈ വേറെ നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ കൊണ്ട് നടക്കുന്ന ചട്ടക്കാരാണ്. ബിനുവിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഫീലിംഗ് ഞാൻ പറഞ്ഞേ. നമ്മൾ ഒരുപാട് പേരെ കണ്ടത്, ചിലർക്ക് ഭയങ്കര ഈ തലക്കനവും ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിനുവിനെ സംബന്ധിച്ച് അങ്ങനൊന്നുമില്ല. അല്ലാതെയുള്ള ചില പേഴ്സണൽ കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബിനു അതൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആരെയും കുറ്റം പറയുന്നതല്ല, അതിപ്പം വലിയ ആനക്കാരും ചെറിയ ആനക്കാരും എന്നുള്ളൊരു വ്യത്യാസമില്ല. ആനയെ മരത്തിൽ നിന്ന് അഴിച്ച് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുന്നതാണ് ആനക്കാർ. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് അതാ. അതിപ്പം വലിയ കൊമ്പോ വലിയ ആനയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം മോഴയാന ആയിക്കോട്ടെ പിടിയാനായിക്കോട്ടെ, ഏതാനായാലും ആനയെ മരത്തിൽ നിന്ന് അഴിച്ച് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുന്നവനെ പാപ്പാൻ. അല്ലാതെ വലിയവനും ചെറിയവനൊന്നുമില്ല. ആന ഏത് സമയം തെറ്റാം, ഏത് സമയം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ വലിയ ആനക്കാരനാ, ഞാൻ ചെറിയ ആനക്കാരനാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആനക്കാരെന്ന് പറയുമ്പം
അതിനെ അഴിച്ച് മരത്തിൽ നിന്ന് അഴിച്ച് കൊണ്ടുപോയി പരിപാടി എടുത്ത് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുക. അവനാണ് ആനക്കാരൻ. ഇവനെ സംബന്ധിച്ച് അവൻ്റെ ഈ പ്രാവശ്യം നമ്മളവൻ്റെ ക്യാരക്ടറൊക്കെ മനസ്സിലായി. എങ്ങനെയാണ് സംഭവം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അവൻ്റെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട്. എന്നാലും അനിലെണ്ണ ഏകദേശം എത്ര നാളായി ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിട്ട്? ഞാൻ പെൻഷനായത് 2009 പെൻഷനായിട്ട് അന്ന് തൊട്ട് ഫുള്ള് കുഞ്ഞുനാൾ തൊട്ടേ ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 2009 തൊട്ട് ഓരോരോ ആന ഇങ്ങനെ. പിന്നെ നമ്മൾ ഇവിടെ എല്ലാ സീസണിലും പല ആനകൾ വന്നു പോകും. പിന്നെ നമ്മുടെ പെറ്റെന്ന് പറഞ്ഞാൽ മാധവൻകുട്ടിയും പിന്നെ ഇപ്പോൾ ഇവൻ വന്ന്. ഏകദേശം ആനയായിട്ടുള്ളൊരു ബന്ധം ഏകദേശം എത്ര വർഷമായി കാണും? വർഷം 10-20 വർഷമാവും. ആവും. ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആന ഏതാണ്? എനിക്ക് ആനകളെല്ലാം ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ ആദ്യമായിട്ട് നമ്മളൊരു ആനയെ കാണുമല്ലോ, അതിൽ നിന്നാണല്ലോ ഒരു ക്രേസ് ഉണ്ടാകുന്നത്. മാധവൻകുട്ടി ആണോ? കാരണം ആനയെന്ന് പറഞ്ഞ ഒരു സംഭവം തെറ്റ് ചെയ്താൽ നമ്മൾ കുഞ്ഞുങ്ങളായാൽ പോലും നമ്മുടെ കുട്ടികളായാൽ പോലും തെറ്റ് ചെയ്യുവാണെങ്കിൽ അവനെ ആ സ്പോട്ടിൽ വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ അടി കൊടുക്കുവാണെങ്കിൽ അവന് മനസ്സിലാവും ഞാൻ ഇന്ന തെറ്റ് ചെയ്തുകൊണ്ടാണ് അച്ഛനോ അല്ലെങ്കിൽ അമ്മ എന്നെ അടിച്ചത്. അതിന് പകരം പല ചട്ടക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആന തെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഒന്നും ചെയ്യത്തില്ല, കെട്ടുമൂട്ടി കൊണ്ടുവന്ന് ആന അടിക്കും. അപ്പോൾ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആനയും വിചാരിക്കുമോ അത് അവരുടെയും പ്രശ്നമല്ല. ഈ ഇപ്പോൾ എല്ലാവരും ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്യാമറയിൽ നിൽക്കുന്നതുകൊണ്ട് എടുത്ത് അന്നേരം പോസ്റ്റ് പിന്നെ അവന് ആന കാണത്തില്ല കിട്ടിയത്. അതാണ് ഒരു പ്രശ്നം. അതാണ് ഏറ്റവും വലിയ വിഷയം. അതൊരു സോഷ്യൽ. ഞാൻ പലയിടത്തും പോയി പല ആനയുടെയും പല പാപ്പന്മാരുടെ ഒപ്പം സഹകരിച്ച ഒരാളാണെന്ന് സ്ഥിതിക്കാൻ പറയാം. അങ്ങനെയാണ് അവർക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. അവർ പ്രതികരിക്കാൻ പറ്റത്തില്ല. ആന എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ ആന ആ സ്പോട്ടിൽ ശിക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ഉടനെ കമ്മിറ്റിക്കാർ വരും, ആനക്കാരനെ അടിക്കണം, അതിന് മുന്നേ വേറെ ഉള്ളവനെ അടിക്കണം, പൊക്കത്തിരിക്കുന്നതിനെ അടിക്കണം, അങ്ങനെയുള്ളൊരു. പക്ഷേ ഈ മനുഷ്യന്മാരോട് മനസ്സിലാക്കണം, ഇത് ഇങ്ങനെ ഒരു ജീവിയാണ് കൊണ്ടു നടക്കുന്നത്. അത് തെറ്റ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു അടി കൊടുക്കേണ്ടി വരും. സംഭവിക്കുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. സംഭവിക്കുന്ന നടക്കുന്ന ഒരു സാധനത്തെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന കണക്ക് നമ്മുടെ ഉത്സവം എല്ലാ ഷോയ്കൾക്കും ഇറക്കുന്നത്. പൂരക്കാരും കമ്മിറ്റിക്കാരും അവർ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു മുതലിനെ കൊണ്ടു നടക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആനക്കാർ ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ അടിക്കും, ഉടനെ അവൻ പിറ്റേന്ന് അവൻ്റെ പണി കാണത്തില്ല. അവൻ്റെ മോളെ ശരിക്കും പറഞ്ഞാൽ ഒരു പടല പഴം മേടിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാക്സിമം ഒരു കൊല മേടിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു ദിവസം ഇതിനെ കൊണ്ടു നടക്കാൻ പാടായിരിക്കും. പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞേ, വലിയ ആനക്കാരനൊന്നും ചെറിയ ആനക്കാരനൊന്നുമില്ല. ആന മരത്തിൽ നിന്ന് അഴിച്ച് തിരിച്ച് മരത്തിൽ കൊണ്ട് കെട്ടുമ്പോഴാണ് ആനക്കാരൻ. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഇത് കാണേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ ഒരു ആനയെ ഒരു തെറ്റ് ചെയ്താൽ അന്നേരം ഒരു വടിക്കുമ്പോൾ ഒരു അടി എടുക്കാൻ പറ്റത്തില്ല. ആനയെ കെട്ടുമൂട്ടി കൊണ്ടിട്ട് ആനയ്ക്ക് അടിക്കുമ്പോൾ ആന വിചാരിക്കും ഇവ എന്നാത്തിൻ്റെ പ്രാന്തത്തിൽ തന്നെ അടിക്കുന്നത്, ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. പക്ഷേ ആ തെറ്റ് ചെയ്ത സമയത്ത് ആനയ്ക്ക് ഒരു കൊത്തു കൊടുത്തിരുന്നെങ്കിൽ ആനയ്ക്ക് മനസ്സിലായില്ല ഞാൻ ഇന്ന തെറ്റുകൊണ്ടാണ് എന്നെ അടിച്ചത്. അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പൂക്കപ്പരമ്പ് ആൾക്കാർ ഇങ്ങനെ ക്യാമറയായിട്ട് അടയ്ക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും. അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പണി പോകും. മോലാളിക്ക് തന്നെ ഇട്ട് കൊടുക്കും വീഡിയോ. പിന്നെ സോഷ്യൽ മീഡിയ ആനയെ ഉപദ്രവിച്ച് മർദ്ദിച്ച് അതിൻ്റെ ആനയില്ല, പിന്നെ കുന്തലി പണിക്ക് പോകണം, നാട്ടിൽ നടക്കുന്നത്. അതാ. അതുകൊണ്ടാണ് ഈ ആനകൾക്കും അതിനെ ഈ പറയുന്ന ഒരു ഇതാവുന്നത്. പിന്നെ അതൊരു ദൈവാധീനോ. ആനയുടെ അടുത്ത് വരുമ്പോൾ രാവിലെ കുളിച്ച് വൃത്തിയായി തറിയിലൊക്കെ വന്ന് ആനയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പകുതി ആന. പിന്നെ പല തരത്തിലുള്ള ഉൾക്കട്ടിയുള്ള ആനയുണ്ട്, പല ടെമ്പർ പിടിച്ച ആനയുണ്ട്, പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആനയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചട്ടക്കാരനെ സംബന്ധിച്ച് അവൻ പല ആനകൾ കയറി ഇറങ്ങി ഓരോന്ന് പഠിച്ച് അതിനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിനെ കുറ്റം പറയേണ്ടുന്ന കാര്യമില്ല. പിന്നെ ചിലവർക്ക് ഷോയാണ്. പിന്നെ ആനയെ ഒരു ഒന്നാംകാരൻ ഒന്ന് ഇരുത്തി അതിൻ്റെ പെരുമുഖം കഴുകി ഇരിക സാധനവും കഴുകി എല്ലാം തലക്കുഞ്ഞിയൊക്കെ കഴുകി എടുക്കുമ്പോഴത്തേക്ക് ആനയ്ക്ക് പ്രത്യേകിച്ചൊരു അടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവരും ഡയറക്ഷൻ വീഡിയോയിലുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് എന്താ അറിയാമോ, ഈ ആന കൊണ്ടു നടക്കുന്നത് എന്തിനാണ് അടിക്കുന്നത്, അതിന് ബിസ്ക്കറ്റും പഴമൊക്കെ മേടിച്ചു കൊടുത്താൽ ഒന്നും പറ്റത്തൊന്നുമില്ല, പട്ടിയെ പോലെ കൊണ്ടു നടക്കാന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ഉള്ളിൽ തെറ്റിദ്ധാരണ. അടിക്കുന്ന കമ്പെന്തിനാ, വടി എന്തിനാ, ആന വിളിച്ചാൽ ചെങ്ങളെ പിടിച്ചാൽ വരുത്തില്ല എന്നൊക്കെ ഒരു വിചാരം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ പറയുന്നവർ തന്നെയാണ് 13 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഈ കാട്ടി കിടക്കുന്ന മുതലിനെ വിളിച്ച് കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കണ്ടേ എന്തോ തെറ്റിക്കോട്ട ആനയോ അല്ലെങ്കിൽ പാമ്പാടിയോ അല്ലെ ശിവരാജുവോ, അതെല്ലാം ആനകളാണ്. ഈ ആനകൾക്കെല്ലാം ഇതിനൊക്കെ മലപ്പാടും ഉണ്ട്, വഴക്കും ഉണ്ട്, വക്കാണും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പിന്നെ വണ്ടാരം ടോണൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞവന് ഏത് പോക്കൃത്തോ ചെയ്യാം.
അതാ സാധാരണപ്പെട്ട ഒരുത്തന്നെ ഒരു എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പേര് കേസാവും, മറ്റേതാവും, മറിച്ചതാവും. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇപ്പം പാമ്പാടി രാജൻ അല്ലെങ്കിൽ തെച്ചിക്കോട്ട ആന, ശിവരാജു, അതിനൊക്കെ ഒരുപാട് ദേവസ്വവും നോക്കാനും കാണാനും എല്ലാ ആൾക്കാരും മറ്റു സംഭവങ്ങൾ. അതൊരു തെറ്റ് ചെയ്താലും ചിലപ്പം ആൾക്കാർക്ക് എത്രയെങ്കിലും പറയും. അതല്ല എൻ്റെ യഥാർത്ഥ സംഭവം. ഈ ആനയെ വളർത്തുക എന്ന് പറയുന്നത് ഒരു ലാഭമല്ല ശരിക്കും. സത്യം പറഞ്ഞാൽ അതല്ലേ ആണ് കാര്യം. ആണ് നമ്മൾ ഇതിനകത്തോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് നാട്ടുകാരുടെ മുന്നിൽ തെറ്റിപ്പട്ടവും ജീവിതമൊക്കെ എടുത്തുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അതിന് കൊണ്ടു നടക്കുന്നവരും ഒരു പശുവോ ആടോ ഒന്നും അല്ലല്ലോ. ശരാശരി എത്രയായാലും ഒരു ആന ഏറ്റവും കുറഞ്ഞ ഒരു 5000 രൂപ മാസം അല്ല ഒരു ദിവസം വേണ്ടേ ഈ കെട്ടുമൂട്ടിയിട്ടിരിക്കുന്നെങ്കിലും വണ്ടിക്കൂലിയും അവരുടെ ചെലവാശി എല്ലാം കൂടെ എങ്ങനായാലും ഒരു 10,000-4,000 രൂപ ഏറ്റവും കുറഞ്ഞാവും ഒരു ദിവസം. ആവും. അത് നല്ലോണം നോക്കുന്നവർ പിന്നെ കരിയില വാരിയിട്ട് നിർത്തുന്നവരും ഉണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രമേ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ശരിയാവത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് തന്നെ മാസം എന്തുമാത്രം എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആന ശരിക്കും പറഞ്ഞാൽ ഒരു സീസണിൽ ഏറ്റവും പോയി എത്ര വർക്ക് എടുക്കും ആന പൂരപ്പരിപാടി. പിന്നെ ഫോറസ്റ്റുകാരുടെ നിയമങ്ങൾ, മറ്റു കാര്യങ്ങൾ, അത് ഇത് എല്ലാം ചികിത്സ. ആനയെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരിടത്ത് പരിപാടി കഴിയുന്നു, വണ്ടി കയറ്റുന്നു, കുഴപ്പമില്ല. ഒരിടത്തുനിന്ന് വണ്ടി കയറ്റുന്നു, മറ്റേ അടുത്ത് അത് ചൊറിയാൻ എടുക്കുന്നത്. അവിടെ വയ്യാനത് ആനയെ സത്യത്തിൽ വഴിയടിക്കുന്നില്ല. അതാണ് മെയിൻ അല്ലേ. ആനയെ വഴിയടിക്കുമ്പം അത് അവിടുന്ന് ഇവിടുന്ന് ഓരോന്നൊന്ന് പിച്ചിയും തിന്നും ചട്ടക്കാരൻ്റെ കൂടെ ഒന്ന് നടക്കുകയും ഒന്നാമനായാലും രണ്ടാമനായാലും ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പരിപാടി വണ്ടിയില്ല. അത് ആനക്കാരെടുത്ത് ഇതിനെ കൊണ്ടു നടക്കുന്നവരടുത്ത് പറഞ്ഞാൽ ആനയെ കഴുകുന്നില്ല. ആനയെ കഴുകുന്ന എവിടെ സമയം? ഇന്ന് പിന്നെ കുന്നംകുളത്താണെങ്കിൽ പിറ്റേന്ന് വേറെ സ്ഥലത്തായിരിക്കും, എറണാകുളത്തായിരിക്കും. ഇത് വണ്ടി കയറുന്നു വരുന്നു. അതിനെ കല്ലിലും കൊണ്ടിലും കഴുകാനോ മറ്റു കാര്യത്തിനോ എല്ലാവരും ഓസിനകത്ത് വെള്ളം അടിക്കുന്നു പോകുന്നു. അങ്ങനെയൊക്കെ ഉള്ള സംഭവമുണ്ട്. കല്ലിട്ട് ഉരച്ച് കഴുകണം. കല്ലും തൊണ്ടുവിട്ട് ആനയെ കഴുകണം. എന്നെങ്കിൽ ഈ കല്ലും തൊണ്ടുവിട്ട് ഉരച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ആനയുടെ എല്ലാ വലിവും പിടിച്ച് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇരണ്ടക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാകും. ആനയെ തന്നെ ഇവനെ തന്നെ നമ്മൾ കെട്ടിയതിന് ശേഷം ഒരാഴ്ചയോളം ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര വിഷമമാണ് നമുക്ക്. ആന ഒലിക്കുന്നില്ല. അവസാനം നമ്മുടെ രണ്ടാം കാലം ചാണ്ടി ബിനു ഞങ്ങളുടെ രാത്രി ഒരു ഡിസിഷൻ എടുത്തു. നാളെ എന്ത് പ്രശ്നമായാലും ശരി ഒലിപ്പിക്കും, നാളെ ആനയെ തറയിൽ ഇരുത്തുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വന്ന് ആനയെ തറയിൽ ഇരുത്തി ഒരു 2-2.5 മണിക്കൂർ കല്ലും തൊണ്ടും എല്ലാം ഇട്ട് തേച്ച് കഴുകി ഇവിടെ തന്നെ ഈ തറയിൽ തന്നെ. ആണല്ലേ. അതിൻ്റെ പിറ്റേ ദിവസം ആനയ്ക്ക് ചെലയടിച്ചു. അപ്പം എല്ലാവരും നോക്കിയും കണ്ടൊക്കെ പിന്നെ ഇതിനെ കൊണ്ട് പരിപാലിക്കുവാണെങ്കിൽ അതിൻ്റെ ആയുസ്സും കാണും, എല്ലാം കാണും. പിന്നെ കെട്ടിയെഴുപ്പ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ചടങ്ങാണ്. അതല്ലേ. കെട്ടിയെഴുപ്പ്, പിന്നെ മയക്ക്, വെടിവെപ്പ്. ഒരു കെട്ടിയെഴുപ്പ് എന്ന് പറഞ്ഞാൽ ആനയുടെ എത്ര വർഷം കുറയുമെന്നാണ് പറയുന്നത്? ആയുസിൻ്റെ ഒരു വയസ്സ് കുറയുന്ന പറഞ്ഞു. ഒരു വയസ്സ് കുറയും. കെട്ടിയെഴുപ്പ് ആനയുടെ അത് സംഭവം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാന കയറുന്ന ഒരാൾ 4-5 വർഷം കണ്ടിന്യൂ ഈ ആനയെ കൊണ്ട് നടക്കുവാണെങ്കിൽ ഈ മതപ്പാടി നിന്നായാലും ഇത്ര വലിയ ഒരു കെട്ടിയെഴുപ്പിൻ്റെ കാര്യമൊന്നും വരുന്നില്ല. കാരണം ആനയ്ക്ക് പുള്ളിക്കാരായിട്ടുള്ളൊരു വിശ്വാസവും കാര്യങ്ങളൊക്കെ എന്തായാലും കാണും. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ ആനയെ അഴിച്ച് കൊണ്ടു നടന്നില്ലെങ്കിൽ പോലും ആനയെ കെട്ടുന്നതിൽ നിന്ന് മാറി ഓരോ സീസണിൽ ഓരോരുത്തർ വന്ന് കയറും, ഇരുത്തും അഴിക്കും. പിന്നെ സ്ഥിരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പാപ്പനൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പം വരുന്നില്ലല്ലേ. ആനയുടെ ആയുസ് കൂടും. ആനയുടെ ആയുസ് കൂടും. ആനയ്ക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മുടെ ബിനിച്ചേട്ടൻ ഇപ്പം എത്ര ആളായി? ബിനു എനിക്ക് വന്നത് 3ാമത്തെ സീസണാണ്. ആണല്ലേ. 3ാമത്തെ എന്നാ തോന്നുന്നു. 3 വർഷമായിട്ടുണ്ടല്ലേ. ഇത് ആന നേരത്തെ നിൽക്കുന്നിടത്ത് ആന ഒലിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ പ്രാവശ്യം കുന്നംകുളത്ത നിർത്തിയത്. അവിടെ ആന ഒലിച്ചിരുന്നു. പിന്നെ ഈ പ്രാവശ്യം കൊല്ലത്തൊക്കെ നിന്ന് ഒലിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ അടിപൊളിയായിട്ട് ഒലിച്ചു. ഞാൻ വന്നപ്പോൾ കണ്ട് നല്ല അടിപൊളിയായിട്ട് ഒലിച്ചു. നമ്മൾ അതേ കണക്കുള്ള കെയർ ചെയ്തവനെ കൊടുക്കാനൊന്നുമില്ല, ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഒലിക്കാതെ നിന്നപ്പോൾ നമുക്കൊരു വിഷമമൊക്കെയായിരുന്നു. മുതലാളി എന്നെ ഡെയിലി വിളിക്കുമ്പം എന്തോ ഏടാന്ന് ചോദിക്കുമ്പോഴേ നമുക്ക് തന്നെ മറുപടി പറയാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഭാഗ്യപരീക്ഷണമായിരുന്നു. പിന്നെ എന്തായാലും ഒലിവ് തുടങ്ങിയപ്പം അടിപൊളി ഒലിവെന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ആന ഇതിനൊക്കെ ഒലിച്ചിട്ടില്ല.